ഹലോ എവരിവൺ, MBA ക്ലൗഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ആദ്യത്തെ വീഡിയോ. ഏവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. 2026 നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. 2026 തുടക്കത്തിൽ തന്നെ ഒരു സന്തോഷമുള്ള വാർത്തയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. കെമാറ്റ് എക്സാമിന്റെ ഡേറ്റ് മറ്റൊരു എക്സാമിന്റെ ഡേറ്റുമായിട്ട് സിമാറ്റ് എക്സാമിന്റെ ഡേറ്റുമായിട്ട് ക്ലാഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ട്. എക്സാം ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ മാറിയിട്ടുണ്ട്. കെമാറ്റ് എക്സാമിന്റെ പുത്തൻ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കെമാറ്റ് എക്സാമിനെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ടും ഒപ്പം തന്നെ പ്രിപ്പറേറ്ററി വീഡിയോസുകൾ, എക്സാമിന് വേണ്ടിയുള്ള കൂടുതൽ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിക്കാനായിട്ടും MBA ക്ലൗഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളായിട്ടൊക്കെ പങ്കുവയ്ക്കുക. So once again wishing everyone a happy new year. Now KMAT and CMAT and exams. CMAT exam central government NDA നടത്തുന്ന നാഷണൽ ലെവൽ നടത്തുന്ന എൻട്രൻസ് എക്സാം, MBA പ്രവേശനത്തിന് വേണ്ടി നാഷണൽ ലെവൽ നടന്ന എക്സാമാണ്. അതിന്റെ ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ കഴിഞ്ഞു പോയിരുന്നു. കെമാറ്റ് എക്സാം കേരള ഗവൺമെന്റ് CE കൺട്രോൾ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കേരളത്തിലെ MBA പ്രവേശനത്തിന് വേണ്ടി നടത്തുന്ന എക്സാം. ഈ രണ്ട് എക്സാമിന്റെ എക്സാം ഡേറ്റ് സെയിം ദിവസം തന്നെ വന്നിരുന്നു. 25 ജാനുവരി 2025 എന്ന സെയിം ഡേറ്റ് വന്നിരുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ഡേറ്റ് മാറിക്കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് എക്സാം എഴുതാനായിട്ട് രണ്ട് എക്സാം എഴുതുന്ന ആളുകളുണ്ടാവും. കാരണം രണ്ടും കേരളത്തിലെ പ്രവേശനത്തിന് വേണ്ടി കൺസിഡർ ചെയ്യപ്പെടുന്ന എക്സാമാണ്. അപ്പം ആഡ് എക്സാമിന്റെ ഡേറ്റ് മാറിയത് കൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് എക്സാം എഴുതാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അതൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക. കാരണം രണ്ട് എക്സാം അപ്ലൈ ചെയ്ത നിരവധി വിദ്യാർത്ഥികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. സോ നിങ്ങൾ കെമാറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു അപ്ഡേറ്റിനും നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് www.ce.kerala.gov.in www.ce.kerala.gov.in. അപ്പോൾ ഇന്ന് പലരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് നമ്മൾ ചോദിക്കുന്നുണ്ട് എക്സാം മാറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ. കാരണം ചില മാധ്യമങ്ങളിൽ വന്ന ഡേറ്റുകളിൽ പോലും ഇന്ന് വന്ന ഡേറ്റുകളിൽ പോലും തെറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഏറ്റവും വ്യക്തമായിട്ട് കെമാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വളരെ വ്യക്തമായിട്ട് MBA ക്ലൗഡ് എത്തിക്കുന്നു. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കെമാറ്റ് 2026 ഓൾറെഡി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ സ്ക്രോളിംഗിൽ അത് കാണാൻ സാധിക്കുന്നു. എക്സാം ഡേറ്റിൽ മാറ്റം 22 ഫെബ്രുവരി എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് പോകുന്നു. അവിടെ ഈ പേജുകൾ നിങ്ങൾ എപ്പോഴും വിസിറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ആക്കാം. ഇനി കംപ്ലീറ്റ് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ പേയ്മെന്റോ ഫോട്ടോ അപ്ലോഡോ പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ പോർഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഒക്കെ കിട്ടാനും അഡ്മിറ്റ് കാർഡ് കിട്ടാനൊക്കെയാണ് നിങ്ങൾ ഇവിടെയാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഇനി രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഹോം പേജിൽ തന്നെ ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ ഇത് കുറച്ച് ഓപ്ഷൻ മിസ്സായതാണ്. ഇനി ഈ ഒരു വെബ്സൈറ്റിന്റെ ഇതാണ് ലാൻഡിംഗ് പേജ്. ഈ ഒരു കെമാറ്റിന്റെ ലാൻഡിംഗ് പേജ്, ഫസ്റ്റ് കെമാറ്റിന്റെ ലാൻഡിംഗ് പേജ് ഇതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും വരിക, വിസിറ്റ് ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സ് എന്ന പോർഷനൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതേസമയം നിങ്ങൾക്ക് MBA ക്ലൗഡിലേക്ക് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് വിവരങ്ങളൊക്കെ എത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളും ട്രൈ ചെയ്യുന്നുണ്ട്. സോ നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സ് നോക്കാം. എന്താണ് ഒഫീഷ്യലി ആയിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ നോക്കുക. ഇവിടെ രണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കിടപ്പുണ്ട്. എക്സാമിനേഷൻ ഡേറ്റ് പോസ്റ്റ്പോൺഡ് ഇന്നാണ് ഒഫീഷ്യലി അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. ഇന്നലെ ഈവനിങ് റിലീസായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഒന്ന് ഇംഗ്ലീഷും മറ്റൊന്ന് മലയാളത്തിലുമാണ്. പ്രസ് റിലീസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2026 ജനുവരി 25 നടത്താൻ നിശ്ചയിച്ചിരുന്ന 2026 MBA പ്രവേശന പരീക്ഷ കെമാറ്റ് 2026 ഒന്നാം സെഷൻ പരീക്ഷ 22/2/2026 ഫെബ്രുവരി 22 എക്സാം ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം 5/2/2026 വരെ, അതായത് ഫെബ്രുവരി 5 വരെ, ഫെബ്രുവരി 5 വൈകിട്ട് 4 മണി വരെ എക്സാം അപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ഡേറ്റ് എന്നുള്ളത് 22 ഫെബ്രുവരിയാണ് എക്സാം ഡേറ്റ്, മറന്നു പോകണ്ട. ഇനി അതുകൊണ്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ 15 ജനുവരി വരെ ഉണ്ടായിരുന്നുള്ളത്. ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് 5 ഫെബ്രുവരി വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഇനി അപ്ലൈ ചെയ്യാൻ പറ്റാതെ മിസ്സായി പോയ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. ഫെബ്രുവരി 5 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി 5 വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം. ഫെബ്രുവരി 5 ഒരു ഡേഞ്ചർ ഡേ ആണ്. നിങ്ങൾ ഫെബ്രുവരി 4 തന്നെ കാണാം. കാരണം ഫെബ്രുവരി 5 4 മണി വരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇൻ കേസ് ലിങ്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 4 മണിക്ക് ശേഷം നോക്കുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ മനസ്സിൽ നിങ്ങൾ ഫെബ്രുവരി 5 എന്നുള്ള മായച്ചിട്ട് ഫെബ്രുവരി 4 തന്നെ വെച്ചോളാം. ഫെബ്രുവരി 4 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിൽ വെച്ചോളാം. ഫെബ്രുവരി 5 ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് കണ്ടാൽ മതി. 4 മണിക്ക് ശേഷം ലിങ്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് 4 മണി വരെ എന്നുള്ളതാണ്. എക്സാം ഡേറ്റ് ഫെബ്രുവരി 22. ആ ഡേറ്റും നോട്ട് ചെയ്ത് വെക്കുക. മറ്റ് ക്ലാഷുകളൊക്കെ മാറിയിട്ടുണ്ട്. സിമാറ്റ് എക്സാമിന് ക്ലാഷ് മാറിയിട്ടുണ്ട്. അപ്പോൾ സിമാറ്റ് എക്സാമും കെമാറ്റ് എക്സാമും പ്രിപ്പയർ ചെയ്യുന്ന രണ്ടുപേർക്കും ഇതിനൊരു സൊല്യൂഷൻ ആയി എന്ന് വിചാരിക്കുന്നു. Now നിങ്ങൾക്ക് MBA ക്ലൗഡുമായിട്ട് ബന്ധപ്പെട്ട്
സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ എത്താം. എങ്കിൽ KMAT ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസുകളും KMAT ട്രെയിനിങ് ബന്ധപ്പെട്ട വീഡിയോസുകൾ മോക്ക് ടെസ്റ്റുകളൊക്കെ അക്സസ് ചെയ്യാനായിട്ട് ജോയിൻ ബട്ടൺ ഉപയോഗിക്കാം. ഇതിനെപ്പറ്റി ഓൾറെഡി നമ്മൾ സംസാരിച്ചാണ്. മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റ് നമുക്ക് നിരവധിയായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ഡിഫറെൻറ്റ് വീഡിയോസുകൾ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾക്കത് വിത്ത് മിനിമം എമൗണ്ട് 89 rupees per month നിങ്ങൾക്ക് അവൈൽ ചെയ്യാനുള്ള ഓപ്ഷൻ MB Cloud ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. KMAT ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു 2 മാസത്തെ മെമ്പർഷിപ്പ് എടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിൽ തന്നെ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Now വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. Till then all of you take care, stay safe, bye.